ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എവിക്സ് ഗെയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇത് പരിചയപ്പെടുത്താൻ പോകുന്നതാണ് വോയിസ് ടൈപ്പിംഗ്. അപ്പോൾ എങ്ങനെ നമ്മൾ മൊബൈൽ സെറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വോയിസ് ടൈപ്പിംഗ് എങ്ങനെ ചെയ്യാം? ഇതിനായി നമ്മൾക്ക് വേണ്ടുന്നതാണ് മംഗ്ലീഷ് കീബോർഡ് എന്ന ആപ്പ്. അപ്പോൾ നമ്മൾ ആ മംഗ്ലീഷ് കീബോർഡ് ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഇങ്ങനെയല്ലായിരിക്കും കാണിക്കുക. നിങ്ങൾക്കിതിൽ ഇതെല്ലാം ഇൻപുട്ട് ലാംഗ്വേജ് സെലക്ട് അതെല്ലാം ഉണ്ടാകും. അതെല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെടുക്കുക. ഇതിൽ നമുക്ക് ടീംസിൽ നമ്മൾ കീബോർഡിൻ്റെ കളർ മാറ്റാൻ പറ്റും. നമ്മളിവിടെ ചൂസ് കീബോർഡ് മംഗ്ലീഷ് കീബോർഡ് ഇങ്ങനെ കാണാം. നമ്മൾ ചൂസ് മംഗ്ലീഷ് കീബോർഡ് ഞെക്കിക്കഴിഞ്ഞാൽ കോസ്റ്റ്യൂം കീബോർഡ് ക്ലിക്ക് ചെയ്യണം. ഇതിൽ നമുക്ക് ഏത് കളർ വേണമെങ്കിൽ നോ പ്രോബ്ലം, എങ്ങനെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ബ്ലാക്ക്, ഫുൾ ബ്ലാക്ക്, കുറച്ചിങ്ങനെ നമ്മളിപ്പം ഫുൾ ബ്ലാക്ക് ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇനി നമ്മളിതിൽ വോയിസ് ടൈപ്പിങ്ങിൽ നിങ്ങൾക്ക് ഇതിൽ വോയിസ് ടൈപ്പിംഗ് ഇങ്ങനെയല്ല കാണിക്കും. നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണും, ഇൻപുട്ട് ലാംഗ്വേജ് അതിൻ്റെ ഒക്കെ. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതെല്ലാം എടുക്കണം, അത് ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിരിക്കുന്നു. നിങ്ങൾ വാട്സപ്പിൽ എന്ത് ടൈപ്പ് ചെയ്യുക, ഇപ്പോൾ നമ്മൾ ഏതിലാണെങ്കിൽ ടൈപ്പ് ചെയ്യാം. നമ്മളിപ്പോൾ ഇത് വാട്സപ്പിൽ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പീൻ്റെ മുകളിൽ തന്നെ ഒരു വോയിസ് ഓപ്ഷൻ ഉണ്ടാകും, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിലിങ്ങനെ കാണുന്നതായിരിക്കും, ബട്ടൺ അമർത്തുക. ഇതിൽ ഇംഗ്ലീഷ് ഇങ്ങനെ 2 ഓപ്ഷൻ ഉണ്ടാകും. നമുക്കിപ്പോൾ ഇംഗ്ലീഷ് ഓണാക്കാം, മലയാളം ഓണാക്കാം. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കുന്നതാണ്. സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. നമുക്ക് പറഞ്ഞ നല്ല വൃത്തി ടൈപ്പ്. ഞാൻ മലയാളത്തിൽ നിന്നും പറഞ്ഞു നോക്കുന്ന സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. ഇനി നടുക്കൊരു വേർഡ് വന്നു പോയിന്, അത് നമ്മൾ പറയുമ്പോൾ എന്തോ ആയിപ്പോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ഉണ്ടായാൽ കറക്റ്റ് ടൈപ്പ് ആകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നമ്മളെ അടുത്ത വീഡിയോയിൽ കാണാം.